ഇന്നൊരു നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. പണ്ട് ഒരു ഗ്രാമത്തിലൊരു നെയ്ത്തുകാരൻ താമസിച്ചിരുന്നു. ഈ നെയ്ത്തുകാരന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 2 ഭാര്യമാർക്കും ഓരോ പെൺമക്കൾ വീതമുണ്ട്. ഇതിലൊരാളുടെ പേര് സുഖു എന്നും മറ്റേ ആളുടെ പേര് ദുഃഖു എന്നുമായിരുന്നു. നെയ്ത്തുകാരന് ഒരു നെയ്ത്ത് ശാലയുണ്ട്. അവിടെ കുറേ ചർക്കകളൊക്കെ വെച്ച് നൂല് നൂറ്റ് അത് വിറ്റാണ് ഇയാൾ ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. ഒരു കുഴപ്പമുള്ളത് ഈ ഭാര്യമാർ തമ്മിൽ എപ്പോഴും വഴക്കാണ്, ഒരു സമാധാനവുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്നൊരു അസുഖം വന്നിട്ട് ഈ നെയ്ത്തുകാരൻ അങ്ങ് മരിച്ചു പോയതോടെ വീട്ടിൽ നല്ല വഴക്കായി ഭാര്യമാർ തമ്മിൽ. ഇതിൽ സുഖു എന്നു പേരുള്ള പെൺകുട്ടിയുടെ അമ്മ ദുഃഖു എന്നു പേരുള്ള പെൺകുട്ടിയുടെ അമ്മയോട് ഭയങ്കരമായിട്ട് വഴക്കിടുകയും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദുഃഖവും അമ്മയും കൂടി തെരുവിലൂടെ അലഞ്ഞു നടന്നു. അവർക്ക് പോകാൻ മറ്റൊരിടവും ഉണ്ടായിരുന്നില്ല. വീടും പറമ്പും നെയ്ത്തുശാലയും എല്ലാം സുഖവും അമ്മയും കൈക്കലാക്കി. ദുഃഖുവിനും അമ്മയ്ക്കും ഒന്ന് കയറി കിടക്കാൻ പോലും ഒരിടവില്ല. അവരാകെ വിഷമിച്ചു. എന്തെങ്കിലും ജീവിതമാർഗം തേടി അവർ കുറേ ദൂരം അങ്ങനെ നടന്നപ്പോൾ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലായിട്ട് ആൾക്കാർ ഉപേക്ഷിച്ചു പോയൊരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കണ്ടു. അവിടെ ചുറ്റും കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. തൽക്കാലം അവിടെ താമസിക്കാം എന്ന് ദുഃഖവും അമ്മയും വിചാരിച്ചു. അവർ രണ്ടുപേരും കൂടെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ആ ചെറിയ വീട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ആ വീട്ടിൽ താമസമായി. എന്നാലും ഇനിയും പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ? പാത്രങ്ങളില്ല, ധാന്യങ്ങളില്ല, ഒന്നുമില്ല. മാറി ഉടുക്കാൻ ഒരു ജോഡി വസ്ത്രം പോലും ഇല്ല. എന്തു ചെയ്യും എന്നറിയാതെ അമ്മയും മകളും ആകെ വിഷമിച്ചു. അപ്പോൾ ദുഃഖു അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, ആരെങ്കിലും നമ്മളെ സഹായിച്ചാലോ? അങ്ങനെ ദുഃഖു തെരുവിലൂടെ നടന്നു നോക്കുമ്പോൾ വഴിയരികിൽ ചീത്തയായിട്ട് ആരോ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു ചർക്ക കിടക്കുന്നു. അവൾ അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അവളും അമ്മയും കൂടി തൊട്ടടുത്തുള്ള ഒരു ആശാരിയുടെ അടുത്ത് ഈ ചർക്കയും കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ ചർക്കയൊന്ന് നന്നാക്കി തരണം, നൂല് നൂറ്റ് ഞങ്ങൾക്ക് പണം കിട്ടുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പണം തന്നുകൊള്ളാം, എന്നുള്ള കൂലി തന്നുകൊള്ളാം. ഈ അമ്മയുടെ മകളുടെയും സ്ഥിതി കണ്ടിട്ട് കഷ്ടം തോന്നിയ മരപ്പണിക്കാരൻ ഈ ചർക്ക അവർക്ക് സൗജന്യമായിട്ട് നന്നാക്കി കൊടുത്തു. അങ്ങനെ അവർക്കൊരു ചർക്കയായി. ഇനി നൂല് നൂറ്റെടുക്കാൻ കുറച്ച് പരുത്തി വേണം. വീണ്ടും ദുഃഖു തെരുവിലിറങ്ങി നടന്നു. വളരെ വലിയൊരു കൃഷിക്കാരൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അയാളോട് തൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിനക്ക് കുറച്ച് കാലത്തേക്ക് പരുത്തി തരാം, 1-2 ആഴ്ചത്തേക്ക് പരുത്തി സൗജന്യമായിട്ട് തരാം. ആ പരുത്തി കൊണ്ട് നൂല് നൂറ്റ് കിട്ടുന്ന പണത്തിൽ കുറച്ചെടുത്തിട്ട് ബാക്കി മുഴുവൻ ഇവിടെ കൊണ്ട് തരണം. നീ കൃത്യമായിട്ട് നിൻ്റെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം തുടർന്ന് പോകാം. പക്ഷേ പണിയിൽ എഴുപ്പ് വിചാരിക്കുകയാണ്, നീ മടിച്ചിയാണ് എന്നൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഈ പരുത്തി തരുന്നത് നിർത്തും. അപ്പോൾ ദുഃഖു പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പരുത്തിയുടെ വില കൃത്യമായിട്ട് ഞാൻ തന്നുകൊള്ളാം. അതെത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൃത്യമായിട്ട് ഞാനിവിടെ കൊണ്ട് എത്തിച്ചിരിക്കും. അങ്ങനെ ഈ കൃഷിക്കാരന് വാക്ക് കൊടുത്തിട്ട് അവൾ കുറച്ച് പരുത്തി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അവളും അമ്മയും കൂടി അത് കടഞ്ഞ് അത് നല്ല വൃത്തിയുള്ള പരുത്തിയാക്കിയിട്ട് അതുകൊണ്ട് നൂല് നൂറ്റു. അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. നല്ല പരുത്തി നൂലായിരുന്നു. ആൾക്കാരത് വാങ്ങുകയും ചെയ്തു. അവർക്ക് കുറച്ച് ലാഭം കിട്ടി. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനുള്ള പണം എടുത്തിട്ട് അവളെ ഈ പണം കൃഷിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചു. അപ്പോൾ കൃഷിക്കാരൻ തോന്നി, ഇവൾ മിടുക്കിയാണല്ലോ, മുഴുവൻ വിലയില്ലെങ്കിലും കുറച്ചെങ്കിലും വില തരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ദുഃഖു ഈ കൃഷിക്കാരൻ്റെ കടം വീട്ടി. അതിനുശേഷം അവൾ അയാളുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് പരുത്തി വാങ്ങുകയും അത് വീട്ടിൽ കൊണ്ടുപോയി നൂലാക്കി വിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വലിയ കഷ്ടപ്പാടായിരുന്നു. അമ്മയും മകളും ഒറ്റയ്ക്കാണ്. അവർ വിശ്രമമില്ലാതെ പണിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കടം വീട്ടിൽ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കുറച്ച് സമാധാനമായെങ്കിലും ഇനി എന്തെല്ലാം കാര്യങ്ങൾ മുന്നിൽ കിടക്കുന്നു. അങ്ങനെ അമ്മയും മകളും വളരെ കഷ്ടപ്പെട്ട് നൂല് നൂറ്റ് അങ്ങനെ അവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ച് തുടങ്ങിയ സമയത്ത് ഒരിക്കൽ അമ്മ മകളോട് പറഞ്ഞു, മോളെ, എനിക്ക് വല്ലാതെ പുറം വേദനിക്കുന്നു. കുറേ നേരമായല്ലോ ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് നൂല് നൂൽക്കുന്നു. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഒത്തിരി നേരം ഒന്ന് കിടക്കട്ടെ, നീ ഈ ചർക്ക കുറച്ച് നേരം ഒന്ന് തിരിക്കേ, കുറച്ച് നൂല് നൂൽക്ക്. അപ്പോൾ ദുഃഖു പറഞ്ഞു, ശരി അമ്മേ, ഞാൻ നൂല് നൂറ്റോളാം. അമ്മ പോയി കുറച്ച് കിടന്നോളൂ. അങ്ങനെ അമ്മ കിടക്കാൻ പോയി. ദുഃഖു അത്ര നേരം വെറുതെ ഇരിക്കുമൊന്നും ആയിരുന്നില്ല. അവൾ വീട്ടുപണിയൊക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ പോലും അവൾ ചർക്കയുടെ അടുത്ത് വന്നിരുന്ന് നൂല് നൂൽക്കാൻ തുടങ്ങി. അപ്പോൾ വീടിനകത്ത് നല്ല ചൂടായിരുന്നു. പഴയ വീടാണ്, അതിനകത്തിൽ വലിയ വായു സഞ്ചാരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദുഃഖു വിചാരിച്ചു, ജനലും വാതിലും ഒക്കെ നന്നായിട്ടൊന്ന് തുറന്നിടാം. അവൾ പണി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ജനാലകളൊക്കെ നന്നായിട്ടൊന്ന് തുറന്നു. പെട്ടെന്ന് ജനാലയിലൂടെ ശക്തമായൊരു കാറ്റടിച്ചു.
കാറ്റ് വന്ന് ഒരു വലിയ കെട്ട് പരുത്തി അങ്ങ് പറത്തിക്കൊണ്ട് പോയി. ദുഃഖു ആകെ വിഷമിച്ചു പോയി. കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ പരുത്തിയാണ്. അത് നൂറ്റ് അതിൽ നിന്ന് നൂലുണ്ടാക്കി വൈകിട്ട് കൊണ്ടുപോയി വിറ്റാലേ ഇന്നത്തെ ചിലവും നാളത്തേക്ക് പരുത്തി വാങ്ങാനുള്ള പണവും കിട്ടുകയുള്ളൂ. അവൾ കാറ്റിന് പിന്നാലെ ഓടാൻ തുടങ്ങി. എൻ്റെ പരുത്തി താ, എൻ്റെ പരുത്തി താ എന്ന് പറഞ്ഞുകൊണ്ട്. കാറ്റാണെങ്കിൽ കളിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി പണിയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് എൻ്റെ പരുത്തി താ, എൻ്റെ പരുത്തി താ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്നു. കാറ്റ് മരങ്ങൾക്കിടയിലൂടെ ഇലകൾക്കിടയിലൂടെ തുള്ളിച്ചാടി ഓടി ഓടി പോകാൻ തുടങ്ങി. ദുഃഖമുണ്ടോ വിടുന്നു. അവൾ കാറ്റിന് പിന്നാലെ തന്നെ കൂടി. ഓടി ഓടി അവൾ കാട്ടിലെത്തി. എന്നിട്ടും അവൾ കാറ്റിൻ്റെ പിന്നിൽ നിന്ന് വിട്ടില്ല. എങ്ങനെ വിടും? അവളുടെ പരുത്തിയല്ലേ കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ കാറ്റിനാകെപ്പാടെ രസമായി. കാറ്റ് അവൾക്ക് ചുറ്റും പാറി കളിക്കാൻ തുടങ്ങി. താൻ എത്രയൊക്കെ ചുറ്റിച്ചിട്ടും ഈ പെൺകുട്ടി തൻ്റെ പിന്നാലെ ഒന്ന് വിടാതെ വരുന്ന കണ്ടപ്പോൾ കാറ്റിന് കഷ്ടം തോന്നി. കാറ്റ് അവിടെ നിന്നിട്ട് അവളോട് ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ ഓടുന്നത്? എൻ്റെ കയ്യിൽ ഇത്തിരി പരുത്തിയല്ലേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ വേറെ പരുത്തി വാങ്ങിക്കൂടെ? അപ്പോൾ ദുഃഖു പറഞ്ഞു, എനിക്ക് അങ്ങനെ വാങ്ങാനൊന്നും പണമില്ല, എൻ്റെ കയ്യിൽ ആകെപ്പാടെ കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വാങ്ങിയ പരുത്തിയായത്, അതെനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. അപ്പോൾ കാറ്റിന് കഷ്ടം തോന്നി. കാറ്റ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ എൻ്റെ അമ്മയുടെ അടുത്തേക്കല്ലേ, അമ്മ നിനക്ക് കുറേ പരുത്തി തരും. അമ്മയുടെ കയ്യിൽ ഒരുപാട് പരുത്തിയുണ്ട്, നല്ല പെൺകുട്ടികൾക്ക് അമ്മ പരുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ ദുഃഖു വിചാരിച്ചു, കൊള്ളാമല്ലോ, കാറ്റിൻ്റെ അമ്മയോട് ചോദിച്ചാൽ കുറേ പരുത്തി കിട്ടുമെങ്കിൽ നല്ല കാര്യമല്ലേ. അവൾ ചോദിച്ചു, കാറ്റേ നിൻ്റെ അമ്മ എവിടെ ഇരിക്കുന്നത്? കാറ്റ് പറഞ്ഞു, നീ മേലേക്ക് നോക്ക്, എൻ്റെ അമ്മ വെള്ള നിറത്തിലുള്ള പഞ്ഞിത്തുണ്ടുകൾ പറത്തി പറത്തി ആകാശത്തിരിക്കുന്നത് കണ്ടോ? ദുഃഖു മേലേക്ക് നോക്കി. അപ്പോൾ പഞ്ഞിത്തുണ്ടുകൾ പോലെ മേഘങ്ങൾ ആകാശത്ത് പാറി നടക്കുന്ന അവൾ കണ്ടു. കാറ്റ് പറഞ്ഞു, കണ്ടോ, എൻ്റെ അമ്മ ദൂരേക്ക് പറത്തി വിടുന്ന പരുത്തി കഷ്ണങ്ങളത്, നീ ചോദിക്കാമെങ്കിൽ നിനക്ക് കുറേ കിട്ടും. ദുഃഖു നോക്കുമ്പോൾ വലിയ മേഘങ്ങളാണ്. കൊള്ളാം, ഇത് കുറച്ച് കിട്ടിയാൽ താൻ രക്ഷപ്പെടും. ദുഃഖു ചോദിച്ചു, എങ്ങനെ കാണും കാറ്റിൻ്റെ അമ്മയെ? കാറ്റ് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കാതെ നേരെ മുന്നോട്ട് പോയാൽ മതി, വഴി തെറ്റുമെന്ന് നീ സംശയിക്കുകയേ വേണ്ട, നീ അവിടെ എത്തിക്കോളും, ഞാൻ നിന്നെ അതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നേരെ പൊക്കോളൂ. അങ്ങനെ ദുഃഖു കാറ്റിനോട് യാത്ര പറഞ്ഞ് നേരെ മുന്നോട്ട് ഓടി. കുറേ ദൂരം ഓടിയപ്പോൾ അവൾ ഒരു പശുവിനെ കടന്നുപോയി. പശു പെട്ടെന്ന് വിളിച്ചു, ദുഃഖു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എനിക്കിതാ കിടക്കുന്ന പുല്ലിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ഇട്ട് തരാമോ? ദുഃഖു ഓട്ടത്തിനിടയ്ക്ക് കുറേ പുല്ലെടുത്ത് പശുവിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വിശക്കാതെ എവിടെയും തിന്നു, ഞാൻ കാറ്റിൻ്റെ അമ്മയെ കണ്ടിട്ട് വരട്ടെ. അങ്ങനെ ദുഃഖു വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു വലിയ മരത്തിനടുത്തൂടെ പോയി. മരം പറഞ്ഞു, ദുഃഖു നോക്ക്, കരിയിലയും പഴുത്ത പഴങ്ങളും ഒക്കെ വീണ് ഇവിടെ ആകെ വൃത്തികേടായി, ഒന്ന് തൂത്ത് വൃത്തിയാക്കി തന്നിട്ട് പോ. ദുഃഖു വേഗം കുറേ മരക്കമ്പുകൾ എടുത്ത് കൂട്ടിക്കെട്ടി ഒരു ചൂലാക്കിയിട്ട് ആ മരച്ചുവട് മുഴുവൻ തൂത്ത് വൃത്തിയാക്കി ഇട്ടു. എന്നിട്ട് കാറ്റിനോട് പറഞ്ഞു, ഞാൻ പോട്ടെ, ഞാൻ കാറ്റിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് പരുത്തി വാങ്ങാൻ പോവാം. അങ്ങനെ അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കുതിരയെ കണ്ടു. കുതിര പറഞ്ഞു, ദുഃഖു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, നീ ഇത്തിരി വെള്ളം കോരി തന്നിട്ട് പോ. ദുഃഖു വേഗം അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കിണറ്റിൽ നിന്ന് കുറേ വെള്ളം കോരി കുതിരയ്ക്ക് കൊടുത്തു. എന്നിട്ട് വീണ്ടും മുന്നോട്ട് ഓടി. അങ്ങനെ കുറേ നേരം ഓടുമ്പോൾ തൻ്റെ കാലുകൾ നിലത്തല്ല എന്ന് ദുഃഖുവിന് തോന്നി. സത്യമായിരുന്നു, അവളുടെ കാലുകൾ നിലത്തല്ല, അവളിപ്പോൾ പറക്കുകയാണ്. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു വലിയ വീട് കണ്ടു. ആ വീടിൻ്റെ മട്ടുപ്പാവിൽ ഒരു സ്ത്രീ ഇരുന്ന് ചർക്ക കൊണ്ട് നൂല് നൂൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചർക്കയിൽ നിന്ന് നല്ല വെളുത്ത നിറമുള്ള പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘത്തുണ്ടുകൾ ഇങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു. ആ വൃദ്ധയെ കണ്ടപ്പോൾ ദുഃഖു ഓടിച്ചെന്ന് പറഞ്ഞു, അമ്മൂമ്മയുടെ മകനാണോ കാറ്റ്? ആ സ്ത്രീ പറഞ്ഞു, അതേല്ലോ കുഞ്ഞെ, എന്തു പറ്റി? അവൾ പറഞ്ഞു, ആ കാറ്റേ എൻ്റെ പരുത്തി തുണ്ട് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു, എനിക്ക് നൂല് നൂൽക്കാൻ വേറെ പരുത്തി തുണ്ടില്ല, അപ്പോൾ എനിക്കൊരു പരുത്തി കഷ്ണം തരാമോ? കാറ്റ് പറഞ്ഞു, അമ്മൂമ്മയോട് ചോദിച്ചാൽ കിട്ടുമെന്ന്. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ വിചാരിച്ചു, എത്ര നല്ല പെൺകുട്ടി, എത്ര സൗമ്യമായിട്ട് എത്ര വിനയമായിട്ടാണ് അവൾ എന്നോട് ചോദിക്കുന്നത്. അവർ പറഞ്ഞു, തരാമല്ലോ കുഞ്ഞെ, എന്തായാലും ഞാൻ നിനക്ക് കുറേ പരുത്തി തരാം, നീ അകത്തോട്ട് വാ, വന്നിട്ട് ആ കാണുന്ന ആ കുളത്തിലൊന്ന് മുങ്ങ്, ആ കുളത്തിൽ മുങ്ങി നിവർന്ന് വരുന്നവർക്ക് മാത്രമേ ഞാൻ പരുത്തി കൊടുക്കാറുള്ളൂ. അപ്പോൾ ദുഃഖു ചെന്ന് ആ കുളത്തിൽ ചെന്ന് മുങ്ങി. അവളൊന്ന് മുങ്ങി പൊങ്ങിയപ്പോഴേക്കും അവളുടെ ഉടുപ്പുകളൊക്കെ മാറി നല്ല പട്ട് വസ്ത്രങ്ങളായി. നേരത്തെ അത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു. അവളുടെ കഴുത്തിലോ കയ്യിലോ ഒന്നും ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവളുടെ കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല വന്നിരിക്കുന്നു, അവളുടെ കയ്യിൽ കുറേ സ്വർണ്ണ വളകൾ, അവളുടെ കാതിൽ നല്ല ഒരു സ്വർണ്ണ കമ്മൽ ഒക്കെ വന്നു. പക്ഷേ ദുഃഖു ഇതൊന്നും കണ്ടില്ല. സ്വന്തം ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങൾ ശ്രദ്ധിക്കാനൊന്നും ദുഃഖുവിന് നേരെയില്ലായിരുന്നു. അവൾ അമ്മൂമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അമ്മൂമ്മ ഇതാ ഞാൻ കുളത്തിൽ മുങ്ങി വന്നു, എനിക്ക് ഇനി ഇത്തിരി പരുത്തിതാ. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞത്, ആ മോളെ ആലമാരയിലിരിക്കുന്ന ആ പെട്ടികൾ കണ്ടോ, ആ പെട്ടികളിലെല്ലാം ഞാൻ പരുത്തി നിറച്ച് വെച്ചിരിക്കുക, നിനക്ക് ഏത് പെട്ടിയാണോ ഇഷ്ടം ആ പെട്ടി നീ എടുത്തുകൊണ്ട് പോക്കോ.
ദുഃഖു ചെന്ന് നോക്കുമ്പോൾ വലിയ പെട്ടികൾ തൊട്ട് ചെറിയ പെട്ടികൾ വരെ ഒരുപാട് പെട്ടികളുണ്ട്. അപ്പോൾ ദുഃഖു വിചാരിച്ച് ഇത്ര ദൂരം ഞാൻ ഓടിയാണ് വന്നത്, തിരിച്ചും അതുപോലെ ഓടിപ്പോകേണ്ടി വരും. ഈ പോകുന്ന വഴിക്ക് വലിയ പെട്ടിയും കൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് അത്ര ദൂരം ഓടാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ പെട്ടിയൊന്നും വേണ്ട, ഒരു ചെറിയ പെട്ടി മതി. എൻ്റെ കയ്യിൽ നിന്ന് ഒരു തുണ്ട് പരുത്തിയെ കാറ്റ് കൊണ്ടുപോയുള്ളൂ. ഈ പെട്ടിയിൽ നിന്ന് കിട്ടുന്ന പരുത്തി തന്നെ കുറേ കാണും, അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ അവൾ ഒരു ചെറിയ പെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചു. അമ്മുമ്മേ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, ശരി മോളെ, നീ ആ പെട്ടിയും കൊണ്ട് പൊക്കോളൂ, നീ തിരിഞ്ഞ് നോക്കാതെ ഓടിയാൽ മതി, നിൻ്റെ വീട്ടിലെത്തിക്കോളും. അങ്ങനെ ദുഃഖു തിരിഞ്ഞ് ഓടി. കാറ്റിലൂടെ ഓടുന്നത് പോലെ അവൾക്ക് തോന്നി. പിന്നീട് പതുക്കെ പതുക്കെ അവൾ താഴേക്ക് ഇറങ്ങി അവൾ മണ്ണിൽ വന്നു. എന്നിട്ട് അവൾ വീണ്ടും ഓടിച്ചെന്നപ്പോൾ അവൾ കുതിരയെ കണ്ടു. ഇങ്ങോട്ട് വന്നപ്പോൾ അവൾ വെള്ളം കൊടുത്ത കുതിര അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നിൽക്ക് നിൽക്ക് നിൽക്ക്, നീ എനിക്ക് വെള്ളം തന്നിട്ട് പോയതല്ലേ, ദാ നോക്ക്, എനിക്ക് കുറേ മക്കളുണ്ട്, അതിലൊരു മിടുക്കം കുട്ടിയെ നീ എടുത്തോ, നീ ഇനി ഓടണ്ട, കുതിരപ്പുറത്ത് പോയാൽ മതി. അങ്ങനെ കുതിര അവൾക്കൊരു കുട്ടി കുതിരയെ സമ്മാനം കൊടുത്തു. അവൾ ആ കുതിരപ്പുറത്ത് കയറി തൻ്റെ പെട്ടിയും പിടിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയി. കുറേ ദൂരം ചെന്നപ്പോൾ അവൾ മരത്തിനടുത്തെത്തി. മരം പറഞ്ഞു, നിൽക്ക് നിൽക്ക് നിൽക്ക്, നീ എത്ര നല്ല കുട്ടിയാണ്, നീ എൻ്റെ ചോടൊക്കെ വൃത്തിയാക്കിയിട്ടല്ലേ പോയത്, താ നോക്ക്, എൻ്റെ വേരുകൾക്കിടയിൽ കുറച്ച് നിധി ഇരിപ്പുണ്ട്, അത് നീ എടുത്തോ. അങ്ങനെ അവൾക്ക് ആ മരം ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. അങ്ങനെ സ്വർണ്ണ നാണയങ്ങളും കയ്യിലുള്ള തടിപ്പെട്ടിയുമായിട്ട് അവൾ കുതിരപ്പുറത്ത് കുറേ ദൂരം കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പശുവിനെ കണ്ടു. അവളിങ്ങോട്ട് വന്നപ്പോൾ പുല്ല് കൊടുത്ത പശു പറഞ്ഞു, നിൽക്ക് നിൽക്ക് നിൽക്ക്, ഞാൻ നിനക്ക് ഒരു പശുക്കിടാവിനെ തരാം. അങ്ങനെ അവൾക്ക് ഒരു പശുക്കിടാവിനെയും കൂടെ കൊടുത്തു. അങ്ങനെ കുതിരക്കുട്ടിയും പശുക്കിടാവും സ്വർണ്ണ നാണയങ്ങളും പെട്ടിയുമായിട്ട് ദുഃഖു തൻ്റെ വീട്ടിലെത്തി. അമ്മ അവളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അമ്മ ഒന്ന് മയങ്ങിയപ്പോഴേക്കും മോളെ കാണുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദുഃഖു കുതിരപ്പുറത്ത് വരുന്നത് കണ്ടത്. വെറുതെ വരികയാണോ? നിറയെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഒരു കുതിരപ്പുറത്ത് ഒരു പശുക്കുട്ടിയുമായിട്ട് അവൾ വരുന്നു. കയ്യിൽ നല്ലൊരു പെട്ടിയുണ്ട്, നല്ല തിളങ്ങുന്നൊരു കുടവുമുണ്ട്. കുറേ സമ്മാനങ്ങളുമായിട്ട് വന്ന മകളെ അമ്മ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് അമ്മയും മോളും കൂടെ പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൽ നിറയെ രത്നക്കല്ലുകൾ, പല നിറത്തിലുള്ള കല്ലുകൾ, ചുവന്ന കല്ലുകളുണ്ട്, പച്ചക്കല്ലുകളുണ്ട്, നീലക്കല്ലുകളുണ്ട്, മുത്തുകളുണ്ട്. ഇവർക്കിതിൽ പരമൊരു സന്തോഷമില്ല. അമ്മ പറഞ്ഞു, മോളെ, നമ്മളിപ്പോൾ വലിയ പണക്കാരായി, നമുക്കിനി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ താമസിക്കണം, നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കാം. പക്ഷേ എന്നാലും നമുക്ക് സുഖുവിനെ മറക്കണ്ട. സുഖു നിൻ്റെ അച്ഛൻ്റെ മകൾ തന്നെയല്ലേ, നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ കുറച്ച് നമുക്ക് അവർക്കും കൂടി കൊടുക്കണം. അവർ നമ്മളെ പുറത്താക്കിയത് അവർക്കൊന്നും ഇല്ലാതായിപ്പോന്നുള്ള പേടി കൊണ്ടാകണം. അച്ഛൻ മരിച്ചു പോയപ്പോൾ നമ്മളെ നോക്കാൻ പിന്നെ ആരുമില്ലല്ലോ. അപ്പം നമ്മളും കൂടെ അവിടെ നിൽക്കുവാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചല്ലേ അവർ നമ്മളെ ഓടിച്ചു വിട്ടത്. അതിലൊന്നും നമുക്ക് വിരോധം വിചാരിക്കേണ്ട, നമുക്ക് അവരെ പോയി കാണണം. അങ്ങനെ ഒരു വീടൊക്കെ വെച്ച് സുഖമായി കഴിഞ്ഞപ്പോൾ ദുഃഖു അമ്മയും കൂടെ സുഖുവിനെ കാണാൻ പോയി. സുഖുവിൻ്റെ അമ്മയും അവർ കുറേ സമ്മാനങ്ങളും സ്വർണവും ഒക്കെ കൊണ്ടാണ് പോയത്. പക്ഷേ സുഖുവിൻ്റെ അമ്മ ഇതൊന്നും വാങ്ങിയില്ല. മാത്രമല്ല ഇവരെ അകത്ത് കയറ്റിയതുമില്ല. നിങ്ങളിങ്ങോട്ട് വരിക വേണ്ട, നിങ്ങൾക്ക് കിട്ടിയ വലിയ സൗഭാഗ്യങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് അവർ വഴക്കിട്ടു. അവരെ ഓടിച്ചു വിടുകയും ചെയ്തു. എന്നിട്ട് അമ്മ ഉടനെ സുഖുവിനോട് പറഞ്ഞു, സുഖു നീ നോക്ക്, ദുഃഖു എന്തെല്ലാം സാധനങ്ങളാണ് കാറ്റിനോട് ചോദിച്ച് വാങ്ങിക്കൊണ്ട് വന്നത്, നിനക്കും പറ്റും ഇതൊക്കെ, നീ പോയി ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വാ. അങ്ങനെ ദുഃഖു പിറ്റേന്ന് മുറ്റത്ത് ഒരു ചർക്കയൊക്കെ വെച്ച് നൂല് നൂൽക്കാനിരുന്നു. അവൾക്ക് നൂല് നൂൽക്കാനൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും അവൾ കാറ്റും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരുന്നു. പക്ഷെ എത്ര നേരം ഇരുന്നിട്ടും കാറ്റ് വരുന്നില്ല. അവസാനം അവൾ അവിടെ ഇരുന്ന പരുത്തി ഒരു ഏറ് വെച്ചു കൊടുത്തു. പക്ഷേ പറന്നു പോയില്ല. അവളത് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. പക്ഷേ കുറേ നേരം നടന്നിട്ടും കാറ്റിനെ കണ്ടില്ല. എന്നിട്ട് അവൾ മുന്നോട്ട് നടന്ന് അവൾ പശുവിനെ കണ്ടു. പശു പറഞ്ഞു, സുഖു എനിക്കിത്തിരി പുല്ലെടുത്ത് തരുമോ? അപ്പോൾ സുഖു ചോദിച്ചു, ഞാനെന്തിനാണ് നിനക്ക് പുല്ല് തരുന്നത്, ഞാൻ തരില്ല. എന്നിട്ട് സുഖു വീണ്ടും മുന്നോട്ട് നടന്നു. മരം പറഞ്ഞു, സുഖു നോക്ക്, എൻ്റെ ചുവട്ടിൽ നിറയെ കരിയിലയും ചുള്ളിക്കമ്പും ഒക്കെ കിടക്കുന്നു, ഒന്ന് തൂത്ത് വൃത്തിയാക്കിത്താ. സുഖു പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഇതെൻ്റെ പണിയല്ല. സുഖു വീണ്ടും മുന്നോട്ട് നടന്ന് അവൾ കുതിരയെ കണ്ടു. കുതിര പറഞ്ഞു, സുഖു എനിക്ക് ഇത്തിരി വെള്ളം കോരുത്താ. സുഖു പറഞ്ഞു, ഇല്ല എൻ്റെ പണി അതല്ല. അങ്ങനെ ഒരു വിധത്തിൽ അന്വേഷിച്ച് അവൾ മേഘങ്ങൾക്കിടയിൽ കാറ്റിൻ്റെ അമ്മയുടെ അടുത്തെത്തി. കാറ്റിൻ്റെ അമ്മയെ കണ്ടപ്പോഴേ സുഖു വിളിച്ചു പറഞ്ഞു, അമ്മുമ്മേ, വേഗം എനിക്ക് ദുഃഖുവിന് കൊടുത്തതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ താ. അമ്മുമ്മ മനസ്സ് വിചാരിച്ചു, കൊള്ളാമല്ലോ ഇവളാരോടും ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്നതും പോരാ, എന്നെ ഭരിക്കാനും വരുന്നു.
എന്നാലും അമ്മമ്മ പുറത്തൊന്നും കാണിച്ചില്ല, ആഗ്രഹം കൊണ്ട് വന്നതല്ലേ. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് ചെല്ല്, ആ കുളത്തിൽ പോയി ഒന്ന് മുങ്ങിയിട്ട് വാ. അങ്ങനെ സുഖു കുളത്തിൽ മുങ്ങാൻ പോയി. അവൾ കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങിയിട്ട് ദേഹമാസകലം ഒന്ന് നോക്കി. കൊള്ളാം, പുതിയ വളകൾ, പുതിയ കമ്മൽ, പുതിയ മാല, പുതിയ പാദസരം, നല്ല പട്ടുടുപ്പ്. സുഖു വിചാരിച്ചു, ദുഃഖു ഒരു തവണ മുങ്ങിയപ്പോൾ ഇത്രയും കിട്ടി, അപ്പോൾ അവൾ 2 തവണ മുങ്ങിയിരുന്നെങ്കിലോ. മണ്ടി. ഞാൻ അവളെപ്പോലെ മണ്ടിയല്ല. ഞാൻ 2 തവണ മുങ്ങപ്പോൾ എനിക്ക് ഈ ഒരു മാല കിട്ടിയത് 2 മാലയാകും, എനിക്ക് 2 വള കിട്ടിയത് 4 വളയാകും, എനിക്ക് ഒരു വട്ടക്കമ്മല കിട്ടിയിരിക്കുന്നത് മാറി ഒരു വലിയ തൂക്ക് കമ്മലാകും. അങ്ങനെ സുഖു വീണ്ടും ഒന്നുകൂടെ മുങ്ങി. അതോടെ അവിടെ ദേഹത്തുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും പോയി കിട്ടി. അവൾ നേരത്തെ ഇട്ടുന്ന ഉടുപ്പിനേക്കാളും വൃത്തികെട്ട ഒരു കീറിപ്പറഞ്ഞ ഉടുപ്പോടെ അവൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. അവളുടെ ദേഹം ആകെ കരി പിടിച്ചിരുന്നു. അവളുടെ ആഭരണങ്ങളെല്ലാം പോയി, ഉണ്ടായിരുന്നത് പോലും ഇപ്പം ഇല്ല. മുടിയൊക്കെ ആകെ ചപ്രിച്ച് വൃത്തികേടായിപ്പോയി, പല്ലൊക്കെ ആകെ നിറം കെട്ടുപോയി. സുഖു പേടിച്ച് കരയാൻ തുടങ്ങി. അമ്മൂമ്മ പറഞ്ഞു, ഇനി കയറിപ്പോരെ, നിന്നോട് ഒരു തവണ മുങ്ങാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, ഇനി ഓരോ തവണ മുങ്ങും തോറും നിൻ്റെ വൈരൂപ്യം കൂടി കൂടി വരും. അങ്ങനെ സുഖു വിറച്ച് വെള്ളത്തിൽ നിന്ന് കരയെ കയറി. അമ്മൂമ്മ പറഞ്ഞു, എന്തായാലും നീ വന്നല്ലോ, നീ ഒരു പെട്ടി എടുത്തുകൊണ്ട് പൊക്കോ. സുഖു അലമാര ചെന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ പറ്റി, ഇനി നഷ്ടം വരണ്ട. അവൾ അതിൽ നിന്ന് വലിയൊരു പെട്ടി എടുത്തു. ആ പെട്ടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അവൾ പതുക്കെ നടക്കാൻ തുടങ്ങി. അവൾക്ക് മുന്നോട്ട് നടക്കാനേ വയ്യായിരുന്നു. പലയിടത്തും അവൾ വേച്ച് വീണ് പോയി. കുതിരയുടെ അടുത്ത് ചെന്നു. കുതിരയോട് അവൾ ചോദിച്ചു, കുതിരയെ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. കുതിര അവളെ കാല് വെച്ചൊരു തൊഴി വെച്ചു കൊടുത്തു. സുഖു അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. മരച്ചുവട്ടി വന്നപ്പോൾ അവൾ വിചാരിച്ചു ഇവിടുന്ന് വിശ്രമിക്കാം. പെട്ടി അവിടെ വെച്ചിട്ട് അവൾ ആ മരച്ചുവട്ടിലിരുന്നു. പെട്ടെന്ന് മരം ശക്തിയായിട്ട് കുലുങ്ങാൻ തുടങ്ങി. മരത്തിൽ നിന്ന് ചുള്ളിക്കമ്പുകളൊക്കെ തുരുതുരാ താഴേക്ക് വീണു. ആകെ പേടിച്ചു പോയ സുഖു അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടിയുമായിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. അവൾ പശുവിനടുത്തെത്തി. പശു, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു, എനിക്ക് ഇത്തിരി പാല് തരുമോ എന്ന് ചോദിച്ചു. പശു അവളെ കണ്ട ഭാവം പോലും നടിച്ചില്ല. അവൾ പശുവിനെ തൊടാൻ ചെന്നപ്പോൾ അത് അവൾക്കൊരു തൊഴി വെച്ച് കൊടുക്കുകയും ചെയ്തു. അവസാനം ഒരു വിധത്തിൽ ക്ഷീണിച്ച് തളർന്ന അവശയായിട്ട് സുഖു വീട്ടിൽ ചെന്നു. സുഖുവിനെ കണ്ട അമ്മ ആകെ വിഷമിച്ചു പോയി. സുന്ദരിയായിട്ട് പോയ മോളാണ് ഇപ്പോൾ ആകെ വൃത്തികേടായിട്ട് വന്നിരിക്കുന്നു. എന്നാലും വലിയൊരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, കാര്യമായി. അമ്മയും മകളും കൂടെ വേഗം പെട്ടി തുറന്നു. അപ്പോഴോ കുറേ പല്ലിയും പാറ്റയും തേളും അട്ടയും ഒക്കെ കൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അമ്മയും മോളും ആകെ പേടിച്ചു പോയി. അതോടെ അവർ അത്യാഗ്രഹമൊക്കെ തീർന്നു. പിന്നെ ഉള്ളത് കൊണ്ട് അവർ തട്ടിയും മുട്ടി അങ്ങനെ ജീവിച്ചു പോയി. ഇഷ്ടമായ സുഖുവിൻ്റെയും ദുഃഖുവിൻ്റെയും കഥ അടുത്ത ദിവസം.